കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ കാരണം ഈ വീട്ടില് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ പിന്നെ വാക്കുകൊണ്ടായിരിക്കില്ല ഞാൻ സംസാരിക്കുക. എന്തിനാ ബ്രോ ഇത്രയ്ക്കും ദേഷ്യം? ബ്രോ എന്ത് ചെയ്യൂന്നാ? ഒരു മലയും മറിക്കില്ല. എന്നെ തല്ലുന്നു. മിണ്ടരുത്, മിണ്ടിപ്പോരുത്. അതാ നിനക്ക് നല്ലത്. കൊല്ലാനും ഞാൻ മടിക്കില്ലെന്ന് ഓർത്തോണം. ഇനി വാ തുറന്ന നാവ് ഞാൻ പിഴുതെടുക്കും. ഈ വീട്ടിൽ എരുതിയിലെ എണ്ണ ഒഴിപ്പിക്കുന്നതും തമ്മിൽ അടുപ്പിക്കുന്നത് ആരാണെന്നുള്ളതും എനിക്ക് അറിയില്ലെന്ന് കരുതിയോ നീ? പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് പൊളിറ്റിക്സ് കളിച്ച് ആണും പെണ്ണും കെട്ട ബുദ്ധി കാണിക്കാൻ നാണും ഇല്ലടാ നിനക്ക്. അജയ, എന്തെന്നാ നീ പറയുന്നേ? ഓ ചെറിയമ്മേ, സ്വന്തം മകനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് നൊന്തല്ലേ? അപ്പൊ എന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കൂടെ കൂടിയ ശേഷം എന്റെ ഭാര്യയുടെ മനസ്സിൽ ഇപ്പൊ വിഷം കേറിയിരിക്കുക. അവരെന്തോ പറഞ്ഞെന്ന് കരുതി നിന്റെ ബുദ്ധി എവിടെ പോയി? ഇത്രയും കാലം എനിക്ക് അനങ്ങാൻ വയ്യാതിരുന്നത് നിന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. നിന്റെ തോന്നിവാസത്തിന് പല കളികളും കളിച്ചു. ഇനി അതൊന്നും ഇവിടെ വില പോവില്ല. വൈദേഹിയെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിച്ച നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിന്റെ ഇവിടുത്തെ ജീവിതം അവസാനിക്കും. എന്നെ തല്ലുന്നു. കൊല്ലാനും ഞാൻ മടിക്കില്ലെന്ന് ഓർത്തോണം. ഇനി വാ തുറന്ന നാവ് ഞാൻ പിഴുതെടുക്കും. പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് പൊളിറ്റിക്സ് കളിച്ച് ആണും പെണ്ണും കെട്ട ബുദ്ധി കാണിക്കാൻ നാണും ഇല്ലടാ നിനക്ക്. എന്നെ തല്ലിയവൻ ആ കാറില്ലാത്ത നാറിക്ക് കാര് തിരിച്ചു കിട്ടിയതും എനിക്കിട്ട് താങ്ങുന്നോ? അത്രയ്ക്കായുടെ നിന്റെ ഭർത്താവ്? നിന്റെ കരണത്തിട്ടല്ലേ കിട്ടിയത്? എന്റെ ജീവിതത്തെയാണ് അയാൾ വെല്ലുവിളിച്ചത്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള ഓലപ്പാമ്പുകളെ പേടിച്ചാ നമുക്ക് ലക്ഷ്യത്തിലെത്താനാവില്ല. പക്ഷേ നമ്മളുടെ ഉദ്ദേശം നിറവേറ്റാൻ കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കിടന്ന് ചാടിയ ആള് വാലും ചുരുട്ടിയിരുന്നോളും. വരുൺ, ഹോളി വലിയൊരാഘോഷമായിരിക്കണം. ഇത്തവണത്തെ ഹോളി വളരെ സ്പെഷ്യൽ ആയിരിക്കണം. ഇനി അങ്ങോട്ട് ഓർക്കാൻ പോലും എല്ലാരും പേടിക്കണം. ആപത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് ഞാൻ ഈ ഉപവാസം എടുത്തത്. പക്ഷെ ഇത് തന്നെ വലിയൊരു പരീക്ഷണമായിരിക്കാം. എന്നാൽ ആര് തന്നെ എന്തൊക്കെ പറഞ്ഞാലും, എന്നെ തെറ്റിദ്ധരിച്ചാൽ പോലും ഞാൻ ഈ ഉപവാസം എങ്ങനെയെങ്കിലും പൂർത്തിയാക്കിയിരിക്കും. പിന്നീട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാലോ. പക്ഷെ ഈ വ്രതം പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ദേവേട്ടന്റെ അനുഗ്രഹം കൂടി കിട്ടണം. പക്ഷെ ദേവേട്ടൻ എന്നോടിപ്പം മിണ്ടുന്നു പോലുമില്ല. എനിക്ക് ദേവേട്ടന്റെ അനുഗ്രഹം കിട്ടണം.
ഞാൻ നിന്റെ ഭർത്താവാണെന്ന് നീ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഈ ചോറ് കഴിക്കണം. ദേവേട്ടാ, ദേവേട്ടാ, നിക്ക് ദേവേട്ടാ. ദേവേട്ടനെ കാണാനേ വന്നേ. അപ്പൊ ദേവേട്ടൻ എങ്ങോട്ടേ പോന്നേ? ഒരു കാര്യം പറയാനാ ദേവേട്ടാ. നിനക്കെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? നിനക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ നേരത്തെ ചെയ്തു കഴിഞ്ഞില്ലേ? അങ്ങനെയല്ല ദേവേട്ടാ. ആരോടുള്ള വിദ്വേഷം കൊണ്ടൊന്നുമല്ല നീ ഇത് ചെയ്യുന്നേ. നിന്റെ മനസ്സിലുള്ള ഭയം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നിന്റെ ആ പേടി നീ എന്ന വ്യക്തിത്വം പോലും ഇല്ലാതാക്കിയിരിക്കുക. നീ ഇപ്പൊ എന്റെ പഴയ വൈദേഹിയെ പോലെയൊന്നുമല്ല. നിന്നിൽ എനിക്ക് എന്റെ പഴയ വൈദേഹി കാണാൻ പറ്റുന്നില്ല. ദേവേട്ടാ. അതെ വൈദേഹി, നിന്റെ പ്രവർത്തികൾ ഓരോന്നും എന്നിൽ സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിനുവേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ മടിയില്ലാത്തൊരു വൈദേഹി ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞതനുസരിക്കാതെ, അമ്മ വിളമ്പിക്കൊണ്ടുവന്ന ചോറ് ഒരു വാ പോലും കഴിക്കാതെ എന്നെയും എന്റെ അമ്മയെയും അവഹേളിച്ച പോലെ നീ അവിടെ നിന്ന് കയറി വന്നപ്പോ അതെന്റെ വൈദേഹിയാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവില്ല. അയ്യോ ദേവേട്ട, ഇതെല്ലാം ദേവേട്ടന് വേണ്ടിയാ. നമ്മുടെ ബന്ധത്തെ രക്ഷിക്കാൻ വേണ്ടിയാ ദേവേട്ട. അത് ഞാൻ എങ്ങനെ പറയാ? പറഞ്ഞ അവിടെ നമ്മുടെ ബന്ധം അവസാനിക്കും. പറയാതെ ദേവേട്ടനോട് മനസ്സിലാവുകയില്ല. എന്റെ വൈദേഹിക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാനാവില്ല. ഇത് ഞാൻ കണ്ട് സ്നേഹിച്ച വൈദേഹിയല്ല. അങ്ങനെ പറയല്ലേ ദേവേട്ട. അല്ല ദേവേട്ട, ഞാൻ അമ്മ എങ്ങനെ അപമാനിച്ചു എന്ന് ദേവേട്ടൻ പറയുന്നത്? എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ പോലും അമ്മ സ്വന്തം മോനോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാനല്ലേ ദേവേട്ടനെ സമാധാനിപ്പിച്ച. അല്ലാതെ എന്നെ ചതിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ദേവേട്ട. ഞാൻ എന്തിനാ അമ്മയുടെ തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞ് ഇപ്പൊ അമ്മയെ സംശയിക്കുന്ന? ഞാൻ തന്നെയല്ലേ ആ സന്തോഷം ആഘോഷിക്കാൻ പായസം ഉണ്ടാക്കി കൊണ്ടുവന്ന് ദേവേട്ടനെ തന്നത്? പിന്നെ എങ്ങനെ അവഹേളിച്ചു എന്നും അപമാനിച്ചു എന്നൊക്കെ പറയുന്നത്? എനിക്കും അത് തന്നെയാ ചോദിക്കാനുള്ളത്. അമ്മയുടെ കാര്യത്തിൽ അന്ന് നിസ്വാർത്ഥമായി പെരുമാറിയ നീ ഇന്ന് അമ്മ വിളമ്പി തന്ന ചോറ് നീ എന്തുകൊണ്ട് കഴിച്ചില്ല? ഒടുവിൽ ഞാൻ പറഞ്ഞിട്ട് നീ അനുസരിച്ചില്ല. അപ്പോ ഏട്ടത്തി പറഞ്ഞതൊക്കെ ശരിയാവുമല്ലേ? എന്റെ കാര്യത്തിൽ പോലും നിനക്ക് സംശയമാണ്. ദേവേട്ട, മതി ദേവേട്ട. എന്തിനാ ദേവേട്ട എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? വൈദേഹി, എന്റെ വിഷം നീ മനസ്സിലാക്കാഞ്ഞിട്ടാ. ദേവേട്ടൻ എന്റെ പേടിയും മനസ്സിലാക്കുന്നില്ല. അതാ ഇപ്പൊ എന്നെ വേദനിപ്പിക്കുന്ന. ദേവേട്ട, ഞാൻ അമ്മയെ അപമാനിച്ചു എന്ന് ഇപ്പോഴും ദേവേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞ് ക്ഷമ പറഞ്ഞോളാം. എന്നാലും ദേവേട്ടൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ പറയരുത്. അതിന് അമ്മയ്ക്ക് വേണ്ടത് നിന്റെ മാപ്പ് പറച്ചിലൊന്നുമല്ല, നിന്റെ വിശ്വാസമാ. അതില്ലാണ്ടായത് അമ്മയ്ക്ക് ആകെയുള്ള വിഷമം. ദേവേട്ട, എനിക്ക് വിശ്വാസമാ. ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടാൻ ഒത്തിരി ദിവസമൊന്നും വേണ്ടി വരില്ല. എന്നാലും ഇപ്പൊ എനിക്ക് വേണ്ടത് ദേവേട്ടന്റെ അനുഗ്രഹമാണ് ദേവേട്ട. ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസം അത്രേ. ഭർത്താവിന്റെ അനുഗ്രഹം സ്വീകരിച്ച ഭാര്യയ്ക്കും കുഞ്ഞിനും അത് നല്ലതാണെന്ന് എന്നെ അനുഗ്രഹിക്കും ദേവേട്ട. നിന്റെ മുമ്പിൽ എന്റെ വാക്കുകൾക്ക് വിലയില്ലെങ്കിൽ അങ്ങനെയുള്ള എന്റെ അനുഗ്രഹം കൊണ്ട് നിനക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ദേവേട്ട, ദേവേട്ട അങ്ങനെ പറയല്ലേ ദേവേട്ട. ദേവേട്ടന്റെ വാക്കുകൾ എനിക്ക് എന്നും ദൈവവാക്കാണെന്ന് അറിഞ്ഞൂടെ? എനിക്ക് ദേവേട്ടന്റെ അനുഗ്രഹം വേണം. എന്നെ അനുഗ്രഹിക്കും ദേവേട്ട. കലുഷിതമായിരിക്കുന്ന ഒരു മനസ്സോടെ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാനാവില്ല വൈദേഹി.
എന്താ നിന്റെ പ്രശ്നമെന്ന് എനിക്കറിയില്ല വൈദേഹി. എന്റെ കുടുംബത്തിന്റെ മുന്നിൽ എന്റെ വൈദേഹി ഉത്തരം മുട്ടി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല വൈദേഹി. ദേവേട്ടൻ പേടിക്കണ്ട. ഉത്തരം മുട്ടി നാണം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഞാൻ ഒരിക്കലും ഉണ്ടാക്കില്ല. ഈ തെറ്റിദ്ധാരണ കാലം മാറ്റിക്കോളും ദേവേട്ട. എന്താ ഇതമ്മേ? നടന്നത് ഓർത്ത് ഇപ്പോഴും അമ്മ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക? ഈ കുടുംബത്തിന് ചേരുന്ന രീതിയിൽ അടക്കോ ഒതുക്കോ ഉള്ള എല്ലാരെയും ഒരുമിച്ച് നിർത്തുന്ന മരുമോളാന്നും പറഞ്ഞ് തലേക്കേറ്റി വെച്ചിരിക്കല്ലായിരുന്നു എല്ലാരും കൂടെ. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്റെ മനസ്സിൽ വല്ലതും തോന്നിയാ ഞാൻ അപ്പൊ അത് നേരെ നോക്കി പറയും. അതുകൊണ്ടാ ആർക്കും എന്നെ കണ്ടുകൂടാത്തത്. അവള് മനസ്സിലൊന്നു വെച്ച് പുറത്ത് അഭിനയിക്കാൻ മേടിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും നല്ലവള്. പക്ഷേ ശരിക്കുള്ള മുഖം എന്താന്ന് ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായോ? ഊർമിളെ, നീ എന്തിനിങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നേ? അയ്യോ എന്റെ അജയ, എന്നെ കുറ്റം പറയാനല്ലാതെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഞാനൊരു കാര്യം പറയാൻ, ശരിക്ക് കേട്ടോ. ഇത്രയും കാലവും ചാരം പൊതിഞ്ഞ വെളുത്ത കനല് മരതകക്കല്ലാണെന്ന് പറഞ്ഞ് കൈക്കുമ്പിളിൽ പൊതിഞ്ഞു നടന്നു. അതമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുത്തതാ. നീ ഏതാ മോളെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഒന്നുമില്ലാത്തതിനെ ഊതി പെരുപ്പിക്കാൻ നിനക്ക് നല്ല കഴിവാ. അപ്പൊ ഇത്രയും വലിയൊരു തെളിവ് കിട്ടിയാ നീ വെറുതെ വിടുവോ? ഇനി എനിക്ക് ശരിക്കും അറിയാം. എന്നാലും കണ്ണി കാണുന്ന എല്ലാത്തിന്റെയും പുറകിൽ മനസ്സിലാക്കാത്ത ചില സത്യങ്ങളും ഉണ്ടാവും. അതെന്താണെന്ന് മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. എനിക്ക് മനസ്സിലായത് ഒന്ന് മാത്രമാ. വൈദേഹിക്ക് ഇപ്പോഴും അമ്മയോട് ഭയങ്കര സംശയവാ. അല്ലേ അമ്മേ? അമ്മയ്ക്കും അതല്ലേ മനസ്സിലായത്? അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ ഇതിന്ന് മനസ്സിലായെന്ന് പറ. ഇനി അല്ലെങ്കിൽ അങ്ങോട്ട് നോക്ക്, അവളിങ്ങോട്ട് വരുന്നുണ്ട്. അവളോട് തന്നെ ചോദിക്കും. അമ്മയെ ഞാൻ അവഹേളിച്ചെന്നോ അപമാനിച്ചെന്നോ തോന്നുകയാണെങ്കിൽ ഞാനതിന് മാപ്പ് ചോദിക്കുന്നു. അമ്മേ, ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. എന്തിനത്? ഗർഭിണിയായ മരുമകളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിച്ചെന്നുള്ള പേരുദോഷം കൂടി കേൾപ്പിക്കാനാണോ? അയ്യോ അമ്മേ, ചെയ്യാനുള്ളതെല്ലാം നീ ചെയ്തു കൂട്ടിയിട്ട് അമ്മേ എന്തിനാമ്മേ ഇങ്ങനൊക്കെ പറയുന്നതെന്ന് ഏത് വകുപ്പിലാ ചോദിക്കുന്നത്? എഴുത്തി ഒപ്പിച്ചു വെച്ചത് പോരാഞ്ഞിട്ടാണോ ഇനി ഈ പ്രശ്നം വലുതാക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് അമ്മ തന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും നീ കാണിക്കുന്ന നന്ദി ഇതാണോ? അല്ലെങ്കിലും ഇപ്പൊ നീ ഇങ്ങനെ പൂങ്കണ്ണീര് പൊഴിച്ചു കാണിച്ച അമ്മയെക്കുറിച്ച് നിന്റെ മനസ്സിലുള്ള സംശയം മാറിയെന്നാ? എഴുത്തി, അമ്മയുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്റെ അവസ്ഥ അതൊന്നും അല്ല. ദയവ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. എന്തുകൊണ്ട് കഴിച്ചില്ല എന്നുള്ളതിന് ഒരു കാരണം പറയാൻ പറ്റുമോ? പിന്നെ നിന്നെ തലേക്കേറ്റി വെച്ചോളും. പറയേ. വൈദേഹി, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ
അത് ബന്ധങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ ധാരണ മാറ്റിക്കൊടുക്കുന്നതല്ലേ നല്ലത്. എന്തിനാ നീ അങ്ങനെ ചെയ്തതെന്ന് തുറന്നു പറയേ. നിന്നെ എല്ലാവരും മനസ്സിലാക്കിക്കോളും. അജയ, നിങ്ങക്ക് എന്തിന്റെ കേടാ? ദേവൻ ചോദിച്ചിട്ട് അവള് പറഞ്ഞിട്ടില്ല. പിന്നെയാണോ നിങ്ങൾ ചോദിച്ചാ പറയാൻ പോകുന്നത്? എഴുത്തി നിർത്ത്. കാരണം എന്തായാലും എന്താ, അമ്മ തന്ന ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടല്ലേ അമ്മ എനിക്ക് സംശയമാണെന്ന് പറയുന്നത്. ഇപ്പൊ അമ്മ തരുന്ന ഭക്ഷണം കഴിച്ച എനിക്ക് സംശയമില്ലെന്ന് വിശ്വസിക്കുമല്ലോ. ഇപ്പൊ അമ്മ എന്ത് വേണമെങ്കിലും തന്നോളൂ, സന്തോഷത്തോടെ ഞാൻ കഴിച്ചോളാം. കാലത്ത് കുങ്കുമപ്പൂ ചേർത്ത് ഒരു ഗ്ലാസ് പാല് തന്നില്ലേ, അതൊന്നും കൂടി തരൂ. അമ്മയുടെ കൈകൊണ്ട് എന്ത് തന്നാലും അതെനിക്കും എന്റെ കുഞ്ഞിനും അമൃതിനും തുല്യോ. അമ്മ എടുത്ത് തരില്ലേ? അപ്പൊ വിഷമായത് ഇപ്പൊ അമൃതായി മാറിയോ വൈദേഹി? കിട്ടുമ്പോ വലിച്ചെറിഞ്ഞാലും വേണമെന്ന് തോന്നുമ്പോ കിട്ടിയെന്ന് വരില്ല. അത് തീരുമാനിക്കാൻ നീ ആരാ ഓർമ്മളെ? നടന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരുന്ന ജീവിതം മുന്നോട്ട് പോവില്ല. അമ്മേ, പാലെടുത്ത് കൊടുക്ക. വൈദേഹി കുടിച്ചോളാന്നല്ലേ പറഞ്ഞേ? ക്ഷമിക്കണം അമ്മേ, നടന്നതൊന്നും അമ്മ ഒരിക്കലും മനസ്സിൽ വെച്ച് പെരുമാറരുത്. പാലെടുത്ത് താ അമ്മേ. ആളുകൾ എന്തെങ്കിലും പറയൂന്ന് കരുതിയോ? ദേവന് വിഷമാവൂന്ന് വിചാരിച്ചോ? നീ നിന്റെ മനസ്സ് മാറ്റണമെന്നില്ല. ഞാൻ തരുന്നതൊന്നും നിനക്കൊരിക്കലും അമൃതാവില്ല വൈദേഹി. അയ്യോ അമ്മേ, അമ്മേ, അമ്മ അമ്മേ. പോവല്ലേ? നീ വിഷമിക്കേണ്ട വൈദേഹി. അമ്മ കാലത്ത് നടന്നത് ഓർത്തിരിക്കുക. വിഷമം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. ഒത്തിരി നേരം ദേഷ്യം നീണ്ടു നിൽക്കില്ല. അയ്യോ പാവം, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ സീൻ എങ്ങനെ തകിടം മറിഞ്ഞെന്ന് കണ്ടില്ലേ? ഇന്നലെ രാത്രി എന്റെ മേത്ത് പെട്രോൾ ഒഴിച്ചു. ഇപ്പൊ ഞാൻ അമ്മയ്ക്ക് നിന്റെ മേലുള്ള വിശ്വാസത്തിന്റെ മേൽ എണ്ണ ഒഴിച്ചാളി കത്തിച്ചില്ലേ? ഈ തീ ഒരിക്കലും അണയില്ല. ഞാനതിന് സമ്മതിക്കില്ല. എനിക്കിപ്പോ ഒന്നും കഴിക്കാൻ താല്പര്യമില്ല. ഇത് മാറിയാലേ ബാബയ്ക്ക് സംസാരിക്കാനാവൂ. വെറും ഒരൊറ്റ വീഡിയോ അവളുടെ തലയിലെഴുത്ത് തന്നെ മാറ്റിയില്ലേ? ഒരു നിമിഷം പോലും മാറിയിരിക്കാത്തവര്
ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കാത്ത അവസ്ഥയില. കാണുന്നുണ്ടോ? ഇപ്പൊ നിന്റെ അമ്മായിയമ്മയ്ക്കും വൈദേഹിയോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. വൈദേഹി ഇനി ഇവിടെ ആരും വിലവെക്കില്ല. അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ ഇനി എന്ത് ചെയ്താലും തടസ്സപ്പെടുത്താൻ ആരും വരില്ല. അമ്മയുടെ ചിന്താഗതികള് തെറ്റ് തന്നെ ദേവേട്ട. പക്ഷെ അമ്മ അങ്ങനെ ചിന്തിച്ചതിന്റെ പുറകിൽ അവരെ എല്ലാവരെയും പോലെ നമ്മളോട് യാതൊരു വിദ്വേഷവും ഇല്ല. ദേവേട്ടന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. അമ്മയുടെ മനസ്സ് മാറിയില്ലേ ദേവേട്ട? അതിന്റെ സന്തോഷത്തില. വൈദേഹി എന്നോട് ഒരിക്കലും കളവ് പറയില്ല. പക്ഷെ അവൾ സത്യം പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും.